സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് സമയം നിൽക്കുന്നതോ ഒരുപാട് സമയം ഇരിക്കുന്നതോ. വരിക്കോസ് വെയിൻസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വേദന ഉണ്ടാകും കാലില് നന്നായിട്ട്, അതുപോലെ ചൊറിച്ചില്, അതുപോലെ വരിക്കോസ് വെയിൻസ് ഉള്ള ഭാഗങ്ങളിലെ സ്കിന്ന് തൊലിപ്പുറത്ത് കളർ വ്യത്യാസം ഉണ്ടാകും, അതുപോലെ ഭയങ്കരമായിട്ടുള്ള പേശി വലിവ് വേദന, ഒരു ഞെരുക്കം, അതുപോലെ പേശികളിൽ ഉണ്ടാകുന്ന രാത്രി ഉണ്ടാകുന്ന വേദന. ഇനി വരിക്കോസ് വെയിൻസ് കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന് ബ്ലീഡിങ് ഉണ്ടാകും, അതായത് വെയിൻസിന്ന് ബ്ലീഡിങ്, അതുപോലെ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ, ഇതൊക്കെ വരിക്കോസ് വെയിൻസിന്റെ ലക്ഷണങ്ങളാണ്. വരിക്കോസ് വെയിൻസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാഫ് റൈസിങ് എക്സസൈസസ്, അതുപോലെ ആംഗിൾ റൊട്ടേറ്റിംഗ് എക്സസൈസ്, സൈക്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, സൈക്ലിംഗ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വെയിൻസുകൾക്ക് കൂടുതൽ പമ്പ് ചെയ്യാനൊക്കെ കപ്പാസിറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അമിത വണ്ണമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വരിക്കോസ് വെയിൻസ് ഉള്ള ആളുകൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരിക്കോസ് വെയിൻ എന്നുള്ള കണ്ടീഷന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അത് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മെഡിസിൻസും അതുപോലെ പുറമെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വരിക്കോസ് വെയിൻസിന്റെ മസാജ് ഓയിൽസ് ഒക്കെ നമുക്ക് മെഡിസിൻ ആയിട്ട് അവൈലബിൾ ആണ്.